ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ KSRTCയിലെ സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതോടൊപ്പം തന്നെ വയോജന വകുപ്പ്, ഈ 3 പദ്ധതികളും ഒരു മാസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കിയ സർക്കാർ അടുത്ത വാഗ്ദാനമായ ക്ഷേമ പെൻഷൻ 3000 ആക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കാനുള്ള ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിലവിലെ നടപടികൾ ശക്തമായി തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സർക്കാർ പൂർണ്ണമായും പാലിക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകാനുള്ള കൃത്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നുമാണ് VD സതീശൻ നിയമസഭയെ അറിയിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ കഴിഞ്ഞ സർക്കാരിനുണ്ടായ കാലതാമസം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകുകയും ചെയ്തു. പെൻഷൻ പദ്ധതിയിൽ കൃത്യമായ പരിശോധനകൾ നടത്തി അർഹരായ മുഴുവൻ ആളുകളുടെ കൈകളിലേക്ക് പെൻഷൻ ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. കുറ്റമറ്റ രീതിയിലുള്ള പരിശോധനകളിലൂടെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട 2 നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഈ സർക്കാർ ഒരു മാസത്തിനകം നടപ്പിലാക്കിയിട്ടുണ്ടെന്നും VD സതീശൻ നിയമസഭയെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ആർഭാടമല്ല. അത് പല വീടുകളിലെയും സ്ത്രീകളും അതല്ലെങ്കിൽ 60 വയസ്സ് പിന്നിട്ട് ജോലിക്കൊന്നും പോകാൻ കഴിയാതെ വീട്ടിൽ വിശ്രമിക്കുന്ന പുരുഷന്മാർക്കും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. മാസം ഒരു ചെറിയ തുകയാണെങ്കിലും അവരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുമെന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത്, അതായത് 2016 മുതൽ 26 വരെയുള്ള 10 വർഷക്കാലം കേരളം ഭരിച്ച LDF സർക്കാരിന്റെ കാലത്ത് നിരവധി തവണ പെൻഷൻ മുടങ്ങിയത് കേരളം കണ്ടതാണ്. അതുമാത്രമല്ല, പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കാമെന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനത്തെ അല്ലെങ്കിൽ ആ ഉറപ്പിനെ തള്ളിക്കളയുന്ന രൂപത്തിൽ അതിനെ പുച്ഛിക്കുന്ന ഒരു നിലപാടായിരുന്നു ഇടതുമുന്നണി സ്വീകരിച്ചത്. 2500 രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഇടതുമുന്നണിക്ക് 2300 വരെ വർദ്ധിപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് കേരളം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ നിലച്ചു പോയാൽ അത് വലിയ ഒരു ദുരിതമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ഇച്ഛാശക്തിയുള്ള ഒരു തീരുമാനവുമായി കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ 3000 രൂപ പെൻഷൻ കൊടുക്കാൻ സർക്കാർ സദാ സന്നദ്ധരാണെന്നും 3000 രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് മുടക്കമില്ലാതെ എത്തിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുൻകാല സർക്കാരുകളെ പോലെ പെൻഷൻ മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ കരുതലിന്റെ ഭാഗമായി ഞങ്ങൾ നടപ്പിലാക്കുമെന്നുമാണ് VD സതീശൻ, മുഖ്യമന്ത്രി കൂടിയായ VD സതീശൻ നിയമസഭയെ അറിയിച്ചത്. എന്തായാലും കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 60 വയസ്സു കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും അടക്കം വലിയ ജോലികളൊന്നുമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ് തന്നെയാണ് ഈ പെൻഷൻ. പക്ഷേ ഈ പെൻഷന്റെ കാര്യം പറയുമ്പോൾ വിദേശത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മക്കളുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്ന കേരള അഡ്രസ്സുള്ള ആളുകൾ വരെ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നൊരു ആരോപണമുണ്ട്. അത്തരം അനർഹരെ കണ്ടെത്തി അവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന കാര്യത്തിലും ഒരു അഭിപ്രായ വ്യത്യാസവും ആർക്കും ഉണ്ടാകില്ല എന്നതിലും തർക്കമില്ല. കാരണം അർഹരായ ആളുകളുടെ കയ്യിലേക്കായിരിക്കണം ഈ ക്ഷേമ പെൻഷൻ എത്തേണ്ടത് എന്ന ഉറച്ച തീരുമാനം ഈ സർക്കാർ എടുക്കണം. കാരണം അനർഹരായ ആളുകളുടെ കൈകളിലേക്ക് പെൻഷൻ എത്തിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനില്ല. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ പറഞ്ഞ ഇൻഷുറൻസ് പദ്ധതിയും പ്രിയദർശിനി യാത്രാ സൗജന്യവും വയോജന വകുപ്പും നടപ്പിലാക്കിയ ഈ സർക്കാർ ഇപ്പോൾ 3000 രൂപ ക്ഷേമ പെൻഷൻ കൂടി നടപ്പിലാക്കുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി നേടി പ്രശംസ പിടിച്ചു പറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അധികാരത്തിലേറി 100 ദിവസം തികയുന്നതിന് മുമ്പ് പറഞ്ഞ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിസ്മയത്തിന്റെ വെള്ളി വെളിച്ചം വിതറുന്ന ഒരു സർക്കാരായി VD സതീശൻ സർക്കാർ മാറി. ആ സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ തിരിച്ചറിയാൻ കഴിയും.